നമസ്കാരം ഗൈസ്, അണ്ണൻ പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അണ്ണൻ്റെ പുതിയ വീഡിയോ എല്ലാവരും കാണിച്ചു തരാം. അണ്ണൻ്റെ പുതിയ വീഡിയോ എന്ന് പറയുമ്പോൾ മറ്റേ വീഡിയോകളല്ല, അണ്ണൻ പുതിയതായിട്ട് കുണയ്ക്കാൻ പോകുന്ന വീഡിയോകൾ. കണ്ണാടി വെച്ചാൽ അപ്പം നമ്മൾ പരിപാടി തുടങ്ങണം. ഇല്ലെങ്കിൽ ഒന്നുമില്ല. പുതിയ പരിപാടി എല്ലാം നോക്കാം. വണ്ടീനെ തേടും ഞാനൊരു ഗൈസ്. അപ്പോൾ അണ്ണൻ പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. തുടങ്ങിയേക്കാം, നമുക്ക് പരിപാടി തുടങ്ങാം. തലമുறை കണ്ടവില്ലേ തങ്ങനോട് പ്രേമല്ലേ ഒയ്കാരകമാ എടാ, ഈ പരിപാടി ഇന്ന് പോയി ഈ പുള്ളിയുടെ പാട്ട് കൊണ്ടാന്ന് തോന്നുന്നു. എൻ്റെ പൊന്നും, ഈ പുള്ളി നല്ലതായിട്ട് പാട്ട് പാടും. ഈ പുള്ളിയുടെ അത്രയും പാട്ട് പാടാൻ കഴിയും വേറെ ആർക്കുമില്ല. നമ്മളിതൊക്കെ ആസ്വദിക്കണം. നമ്മളിങ്ങനെ ഊമ്പിത്തെറ്റി ഇരുന്നിട്ട് കാര്യമില്ല. എല്ലാം നമ്മൾ ആസ്വദിക്കണം. ആകെ ചുരുങ്ങിയ വർഷമുള്ളൂ മനുഷ്യായുസിലെ ജീവിതം എന്ന് പറയുന്നത്. കൂടിപ്പോയ ഒരു നമ്മളെ ടീനേജ് നമുക്കൊരു ആരോഗ്യമുള്ള കാലം എനിക്ക് തോന്നുന്നു ഒരു 10 വർഷം പോലും ഇല്ലെന്ന് തോന്നുന്നു അല്ലേ. ആരോഗ്യമുള്ള കാലം അത്രേ ഉള്ളൂ. പിന്നെ പ്രഷറും മൈരും ഒക്കെ വരും. അപ്പം നമ്മളിതൊക്കെ കണ്ട് ആസ്വദിക്കുക, ചിരിക്കുക. ആരെപ്പറ്റി നമ്മളൊരു തല ഉണ്ടാക്കണ്ട. KGF ഡയലോഗാണ്. നമുക്ക് കിട്ടുന്ന നമ്മൾ കണ്ട ഹാപ്പിനെസ് കണ്ടെത്തുക, അല്ലാതെ ഹാപ്പിനെസ് ആരും കുണ്ടിയെ കൊണ്ട് വെച്ച് തരത്തില്ല. നമ്മൾ ഹാപ്പിനെസ് കണ്ടെത്തുക, ചിരിക്കുക, ജീവിക്കുക. കുറേ കഴിഞ്ഞ് മരിച്ചു പെട്ടിക്കത്തിലും കുഴിക്കലും എല്ലാവരും. എന്നെ നിങ്ങളെയൊക്കെ അതുപോലെ തന്നെ. அந்த பேரில் வந்து அந்த கை കോമലാളെ കണ്ടു നിന്നെ ഓമലാളെ കല്ലായി കടവത്ത് കാറ്റും കൂറില്ല. ഈ പാട്ട് ഭയങ്കര ഇതിൻ്റെ അകത്ത് ഇങ്ങനെ എന്തോ ഒരു സ്റ്റെപ്പുണ്ട്. കുണ്ടിക്കടിക്കാൻ വന്നില്ലേ, കുണ്ടിക്കടിക്കാൻ. വണ്ടിനെ തേടും ഞാനൊരു പൂവൻ മുട്ട. അടുത്ത് ഞാൻ കണ്ട വീഡിയോടാ. ഇത് കണ്ട അത്ഭുതം. കണ്ട വീഡിയോസ് കാണാത്ത കാര്യം. കഞ്ചാവ് കേസ് 2 വർഷത്തോളം കോട്ടയം സബ് ജയിലിലായിരുന്നു. ജയിലിൽ വെച്ച് സ്വയം തൊഴിലിന്റെ ഭാഗമായി ചെണ്ടോട്ട് പഠിച്ച് ചെണ്ട ഞാൻ കൊട്ടി കാണിക്കാം. വെറുതെ പ്രതീക്ഷ ഭയങ്കര ഊമ്പിത്തരായിപ്പോയത്. പുള്ളി ചെണ്ട കൊട്ടുന്ന കാണുന്നത്. പുതിയ നമ്മളെ വലിയ പരിചയപ്പെട്ടില്ലല്ലേ. എന്താ പേര്? ഓ, എന്റെ പേര് വവാൽ. അന്ന് അത് കോമഡി ആയിരുന്നു കേട്ടോ. മറ്റേ ചിമ്പുവിന്റെ ഡയലോഗ്. ഇപ്പൊ പുരിയത് ഉടൽ കടന്തമേ മമകാതലേ ഓടു വേഗം ഉരയ്ക്ക്. അണ്ണൻ്റെ പാട്ട് എങ്ങനെയുണ്ടെന്ന് താഴെ വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. 4-3-7 പേരേ ഉള്ളൂ വീഡിയോ കാണുന്നുള്ളൂ. ഞാൻ ഹാപ്പിയാണ് അതിൽ, വളരെയധികം ഹാപ്പി. ചെകുത്താൻ അണ്ണൻ്റെ പാട്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ ഷൂട്ടിംഗ് നടക്കുന്നു. തൊട്ടപ്പുറത്ത്. ഇവിടെ ഇപ്പൊ സിനിമ ലൊക്കേഷൻ അല്ലേ. ആഹാ, എന്നിട്ട് ചേച്ചി ഇവിടെ വടക്ക് തുളയിട്ടോണ്ട് നിൽക്കണ. എന്തെങ്കിലും ചാൻസ് കിട്ടുമോ നോക്കാറുന്നില്ലേ? ചേച്ചി പണ്ടൊന്ന് ചാൻസ് ചോദിച്ചപ്പോ റിലീസായ പടമാണ് അവിടെ നിന്ന് ബിസ്ക്കറ്റ് തിന്നണത്. അതോ ചില തൈക്കളവിന്ന് അടിമാര് പറയണ പോലെ ഇനി നായികയായിട്ടുള്ള അങ്ങനെ പറയരുത്. ചേച്ചിക്ക് നല്ല അടിപൊളി അമ്മ വേഷമല്ലേ സിനിമാക്കാര് കൊടുത്തത്.
ചേച്ചി അമ്മ വേഷത്തിൽ അഭിനയിക്കുന്നില്ല, ജീവിക്കല്ലേ. അതേടാ, കളിയാക്കടാ. ഒരു സിനിമാക്കാരൻ വീർപ്പിച്ച് തന്ന വയറ് തന്നെ എന്റെ. അന്നേ അതങ്ങ് കലക്കി കളഞ്ഞിരുന്നെങ്കിലേ ചിലപ്പോ ഞാനും ഒരു നടിയാവുന്നടാ. പാവൂടാ, അതൊക്കെ ഓരോരുത്തരുടെ സിറ്റുവേഷനുകൾ ആ സിനിമയിൽ കാണിക്കുന്നു. നമ്മൾ അതിനൊന്നും പറയാൻ പാടില്ല. എന്നതാണ് ഇതൊക്കെ വണ്ടിയിലത്തെ ഇടം. ആദ്യമേ പറയാം, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഈ വീഡിയോയ്ക്ക് അത് ശരിക്കും ഒന്നുമില്ല. എല്ലാവർക്കും തൂറാൻ മുട്ടുന്ന ഒരു വീഡിയോ ആണിത്. നിങ്ങൾ സൗണ്ട് ഓഫ് ആക്കിയിട്ട് കാണുക. എല്ലാവരും തൂറാൻ മുട്ടുന്ന മുഖമായിട്ടിരിക്കുന്ന കാണിച്ചു തരാം. ആദ്യമേ ഞാൻ ഈ വീഡിയോയുടെ കാര്യമൊക്കെ പറയാം. തൂറാൻ മുട്ടുന്നതാണ് നമുക്കിപ്പം. ആ പെണ്ണിപ്പോൾ വിചാരിച്ച് ഇപ്പം കക്കൂസി പോകണ്ട, കുറച്ച് കഴിഞ്ഞ് കക്കൂസി പോകുന്നതാണ് ആ പെണ്ണ് വിചാരിച്ചത്. ആ പെണ്ണിന് തൂറാൻ മുട്ടുന്നു. നീ ഇവിടെ നിൽക്കുക, ഞാൻ ആദ്യം തൂറിച്ച് വരാനാണ് ആ പെണ്ണ് ആ പയ്യൻ്റെ ചെവി പറയുന്നത്. ആ പയ്യനും തൂറാൻ മുട്ടിയിരിക്കുകയാണ്. എടാ ഊമ്പിയടാ, നെറ്റ് തീർന്നു തോന്നുന്നു. എടാ ഊമ്പി. അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത ദിവസം വരുന്നതാണ്. ഇന്ന് ഇത്രേ ഉള്ളൂ വീഡിയോ. തൂറമുട്ടലും പുതിയ വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം.